ഈ വീഡിയോയിൽ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഹൗ ടു കംപ്ലീറ്റ് സെന്റൻസസ് ഇൻ ദ IELTS ജനറൽ റീഡിംഗ്. സെന്റൻസ് കംപ്ലീഷൻ ടാസ്ക് എന്ന് പറയുന്നത് നോട്ട് കംപ്ലീഷനെക്കാട്ടിലും കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. രണ്ടാമത്തെ കാര്യം, സെന്റൻസ് കംപ്ലീഷൻ എത്രാമത്തെ ചോദ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലത്തെ ട്രെൻഡുകൾ നോക്കുകയാണെങ്കിൽ പൊതുവേ ഒരു 25ാമത്തെ ചോദ്യം കഴിഞ്ഞിട്ടൊക്കെയാണ് സെന്റൻസ് കംപ്ലീഷൻ വരാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാനായിട്ട് സമയമെടുക്കും. അപ്പോൾ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് ഇഫ് ദ ക്വസ്റ്റ്യൻസ് കംസ് ഫസ്റ്റ് ഇറ്റ് വിൽ ബി ഈസി ടു ആൻസർ. ഇഫ് ദ ക്വസ്റ്റ്യൻസ് കംസ് ലേറ്റർ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. അപ്പോൾ അതിൽ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. ദ സെയിം മെത്തഡോളജി നോട്ട്സ് കംപ്ലീഷൻ്റെ തന്നെയാണ്. റീഡ് ദ ക്വസ്റ്റ്യൻസ്, ലൊക്കേറ്റ് ദ കീവേഡ്സ് ആൻഡ് റീഡ് ഇൻ ജനറൽ. കുറച്ചുകൂടി നമ്മൾ നോട്ട്സിനെക്കാളും കൂടുതൽ സെൻറ്റൻസ് കംപ്ലീഷൻ വായിച്ചു നോക്കുന്നു, എന്നിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് തന്ന ടാസ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 38, 39 ആൻഡ് 40 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മോസ്റ്റ് ഡിഫിക്കൽട്ടായിരിക്കും. നമുക്കത് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞ് നമ്മളൊരു എന്താ പറയുക, ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്, ദിസ് ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ജനറൽ ട്രെയിനിങ് റീഡിംഗ് ടെക്സ്റ്റ് ഓൺ ദ സബ്ജക്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബി ബിഹേവിയർ. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ആൾക്കറിയാലോ, തേനീച്ചകളുടെ ബിഹേവിയറിനെ കുറിച്ചുള്ളതാണ്. അത് നമ്മൾ വായിച്ചു നോക്കുന്നത് എന്താണ് ആ കോണ്ടെക്സ്റ്റ് എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ടെക്സ്റ്റ് പ്രിസീഡിങ് ദിസ് എക്സ്ട്രാക്ട് ഡിസ്ക്രൈബ്ഡ് കാൾ വോൺ ഫിഷേഴ്സ് എക്സ്പെരിമെന്റ്സ് ആൻഡ് ഹിസ് കൺക്ലൂഷൻസ് അബൌട്ട് 2B ഡാൻസസ്. അപ്പോൾ ഇത് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ കുറച്ച് സമാധാനമായിട്ട് വായിച്ചു നോക്കണം. അപ്പോൾ ഈ ടെക്സ്റ്റിൽ എന്താണ് പറയാൻ പോകുന്നത്? ബി, അതായത് ഹണി ബീകളുടെ ഡാൻസ്. കാരണം അവർ ഡാൻസ് ഉപയോഗിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. 2 തരം ഡാൻസിനെ കുറിച്ചിട്ടാണ് ഈ ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാം ചോദ്യങ്ങളും അതിൽ നിന്ന് തന്നെ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് നമ്മൾ നോക്കുന്നില്ല, വി ഗോ ടു ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ ക്വസ്റ്റ്യൻസ് 38 to 40. കംപ്ലീറ്റ് ദ സെന്റൻസ് ബിലോ. അപ്പോൾ സെന്റൻസ് കംപ്ലീഷൻ ടാസ്ക് ആണ് നമ്മൾ മനസ്സിലാക്കി. ചൂസ് നോ മോർ ദാൻ 2 words ഫ്രം ദ ടെക്സ്റ്റ് ഫോർ ഈച്ച് ആൻസർ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഒരു വാക്കുകൊണ്ട് ഉത്തരം എഴുതാം, അല്ലെങ്കിൽ 2 വാക്ക്, 2ൽ കൂടുതൽ പോകരുത്. നോ മോർ ദാൻ 2 words എന്ന് പറഞ്ഞാൽ ഒരു വാക്കായാലും കുഴപ്പമില്ല, ഒരു നമ്പർ ആയാലും കുഴപ്പമില്ല, 2 വാക്കായാലും കുഴപ്പമില്ല, ഒരു വാക്കും ഒരു നമ്പർ ആയാലും കുഴപ്പമില്ല. പക്ഷെ 2ൽ കൂടുതൽ പോകരുത്. അതൊരു ഓഫോ ഇന്നോ ഒന്നും പാടില്ല. അങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ ദ ബോക്സസ് 38 to 40 ഓൺ യുവർ ആൻസർ ഷീറ്റ്. അപ്പോൾ ആൻസർ ഷീറ്റിലാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് വായിച്ചു നോക്കേണ്ടത്. അപ്പോൾ നമുക്കിത് എന്ത് ടെക്സ്റ്റ് ആണെന്ന് അറിയാം. ഇത് ഫിഷ് എന്ന് പറയുന്ന വോൺ ഫിഷിൻ്റെ ബി ഡാൻസിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വോൺ ഫിഷ് ഡിസ്കവേർഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാൻസ് ടൈപ്സ് ബൈ ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ഡാൻസ്. അപ്പോൾ ബി ഡാൻസ് അദ്ദേഹം എങ്ങനെയാണ് മാറ്റം മനസ്സിലാക്കിയത്? എന്തോ ഒന്ന് മാറ്റി വെച്ചപ്പോഴാണ്. അപ്പോൾ നമ്മളിത് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പോയിട്ട് 2 വാക്ക് നമ്മൾ നോക്കണം. ഒന്ന് ഇയാളുടെ പേരെന്താണ്, പിന്നെ ഡാൻസ് എന്ന വാക്ക് കൂടിയാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വാക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, പിന്നെ നമ്മൾ ഡാൻസ് ഉള്ള വാക്കാണ് നോക്കുന്നത്. ദെൻ ഇവിടെ ഒന്നും നമുക്കത് വരുന്നില്ല. ഇവിടെയാണ് ഡാൻസസ് എന്നുള്ളൊരു വാക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കണം. On a hunch, he started gradually moving the feeding dish further and further away, and noticed as he did so, the dances of the returning scout bees also started changing. അപ്പോൾ നമ്മൾ ഒന്നുകൂടി വായിച്ചു നോക്കി. On a hunch, he started gradually moving the feeding dish further and further away. ഇനി നമ്മൾ അത് അവിടെ വിട്ടിട്ട് നമ്മൾ ഒന്നുകൂടി ചോദ്യം വായിച്ചു നോക്കി. ഡിസ്കവർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാൻസ് സ്റ്റെപ്പ് ബൈ ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് വാട്ട് എന്നാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഉത്തരം നമുക്ക് അപ്പം തന്നെ കിട്ടി, വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടി. ഓൺ എ ഹഞ്ച് ഹി സ്റ്റാർട്ടഡ് ഗ്രാജുവലി മൂവിങ് ദ ഫീഡിങ് ഡിഷ്. അപ്പോൾ ഫീഡിങ് ഡിഷ് എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ നമ്മൾ അതിന് മുമ്പും പിൻപും ഒന്നും വായിച്ചു നോക്കുന്നില്ല. പക്ഷേ ആസ് എ ഡിഫിക്കൽട്ട് ടെക്സ്റ്റ് നമുക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഇത് എന്താ പറയുക, സമയമുണ്ടെങ്കിൽ. കാരണം അവസാനമൊക്കെ ആവുമ്പോൾ നമുക്ക് അത്ര സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നു. നൗ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ് നമുക്ക് നോക്കേണ്ടത്? ദ ഡാൻസ് ഔട്ട്സൈഡ് ദ ഹൈവ് പോയിന്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഡാൻസ്. അപ്പോൾ നമുക്ക് ഡാൻസ് വീണ്ടും എവിടെയെന്ന് കണ്ടുപിടിക്കണം, ഔട്ട്സൈഡ് ദ ഹൈവ് പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ താഴെ നമ്മൾ നോക്കി, ഈ പ്ലേസ് ദ ഫീൽഡ് ഇംഗ്ലീഷ് അതൊന്നും അവിടെ ഇല്ല. ദ മെഷർമെന്റ് ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തിൻ്റെ പേര് നോട്ടഡ് ഫെർദർ വെൻ ദ സ്കൗട്ട് ബീസ് കെയിം ഹോം ടു ടെൽ ദ സിസ്റ്റർ about the food source. Sometimes they would dance outside on the horizontal entrance
പ്ലാറ്റ്ഫോം ഓഫ് ദ ഹൈവ് ആൻഡ് സംടൈംസ് ഇൻ ദ വെർട്ടിക്കൽ വാൾ ഇൻസൈഡ്. അപ്പോൾ ഈ ഭാഗം നമ്മളൊന്ന് വായിച്ചു നോക്കുകയാണ്. അതായത് ഈ ബീസ് തിരിച്ചു വന്നാൽ ഒന്നുകിൽ കൂടിന് ഹൈവിൻ്റെ പുറത്ത് ഡാൻസ് ചെയ്യും, അല്ലെങ്കിൽ ഉള്ളിൽ ഡാൻസ് ചെയ്യും. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ വേർ ദേ ഡാൻസ്ഡ്, the straight position of the waggle dance would be point in different direction. അപ്പോൾ നമ്മുടെ ചോദ്യം ഉത്തരം കിട്ടിയത് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണ്. ഡാൻസ് ഔട്ട് ദ ഹൈ പോയിന്റ്സ് ഇൻ ഡിറക്ഷൻ ഓഫ്, അപ്പോൾ ഔട്ട്സൈഡ് ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നമ്മൾ അടുത്ത വരി വായിച്ചു നോക്കുകയാണ്. ദ ഔട്ട്സൈഡ് ഡാൻസ് വാസ് ഫെയർലി ഈസി ടു ഡീകോഡ്. ദ സ്ട്രെയിറ്റ് പോർഷൻ ഓഫ് ദ ഡാൻസ് വാസ് പോയിന്റഡ് ഡയറക്ട്ലി ടുവേർഡ്സ് ദ ഫുഡ് സോഴ്സ്. സോ ദ ബീസ് വുഡ് മിയർലി ഹാവ് ടു ഡീകോഡ് ദ ഡിസ്റ്റൻസ്, മെസ്സേജ് ആൻഡ് ഫ്ലൈ ഓഫ് ടു ദാറ്റ് ഡിറക്ഷൻ ഇൻ ദെയർ ഫുഡ്. ഞാൻ കുറച്ച് വേഗത്തിൽ വായിക്കുന്നുണ്ട്, ഐ എം സോറി. അപ്പോൾ ദി ഔട്ട്സൈഡ് ഡാൻസ് വാസ് ഫെയർലി ഈസി ടു ഡീകോഡ്. ദ സ്ട്രെയിറ്റ് പോർഷൻ ഓഫ് ദ ഡാൻസ് പോയിന്റഡ് ഡയറക്ട്ലി ടുവേർഡ്സ് ദ ഫുഡ് സോഴ്സ്. അതായത് ഭക്ഷണം നോക്കിയിട്ടാണ് ഇവർ ഡാൻസ് കളിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പം നമ്മളിവിടെ നോക്കി ദ ഡാൻസ് ഔട്ട്സൈഡ് ദ ഹൈ പോയിന്റ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഡാഷ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ത് നോക്കിയിട്ടാണ് പറയേണ്ടത്? ദ ഡാൻസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഫുഡ് സോഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് ഞാൻ ടൈം ടേക്ക് ഇതാക്കുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തേലേക്ക് വരുന്നു. ദ ആംഗിൾ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ വെർട്ടിക്കൽ ഷോസ് ദ ആംഗിൾ ഓഫ് ദ ഫുഡ് ഫ്രം ദ ഡാഷ്. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ എന്നുള്ള വാക്ക് നോക്കണം, ആംഗിൾ എന്നുള്ള വാക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതിൽ വല്ലതും ഉണ്ടോ നോക്കുമ്പോൾ ഇവിടെ ആംഗിൾസ് നമുക്ക് 40 ഡിഗ്രി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുകയാണ്. ദ ഡിറക്ഷൻ ഓഫ് ദ സൺ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ടോപ്പ് ഓഫ് ദ ഹൈവ് ഓഫ് ദ വാൾ. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ ഉത്തരം കിടക്കുന്നത്. ഹവർ ഇഫ് ഫോർ എക്സാമ്പിൾ ദ ഫീഡിംഗ് പ്ലേസ് ഈസ് 40 ടു ദ ലെഫ്റ്റ് ഓഫ് ദ സൺ, ദ ഡാൻസർ വുഡ് ടേൺ ടു ദ 40 ഡിഗ്രി ലെഫ്റ്റ് ഓഫ് ദ വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ദ ആംഗിൾ ഈസ് ഡിസൈഡഡ് ബൈ ദ സൺ എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഒരു ഇച്ചിരി സമയം നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അത് കുഴപ്പമില്ല, കാരണം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എസ്പെഷ്യലി 40th ആകുമ്പോൾ. ബട്ട് ഇഫ് യു ഹാവ് ടൈം, ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഇത് വരുമ്പോൾ നമ്മൾ വായിച്ചു നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ദെൻ യു വിൽ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ദ മെത്തേഡ് റിമെയിൻസ് ദ സെയിം. ഐഡൻറ്റിഫൈ ദ കീവേഡ്സ് ആൻഡ് ലൊക്കേറ്റ് ദി ആൻസർ. Okay, I'll see you in the next video where we will do flow chart. Are you ready? I'll see you there. Take care.